അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ മുൻ മന്ത്രി കെ ബാബു വിചാരണ നേരിടുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ഇത്തരത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ബാബു അഥവാ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാനുള്ള അവസരമുണ്ടല്ലോ, പിന്നെന്തിനാണ് വിടുതൽ ഹർജി എന്നാണ് മൂവാറ്റുപുഴ കോടതി ചോദിച്ചത്. ബാബുവിൻ്റെ വിടുതൽ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഇത്തരമൊരു നിലപാട് കോടതി സ്വീകരിച്ചത്. 43% അധിക സ്വത്ത് സമ്പാദിച്ചത് അത്ര നിസ്സാര കാര്യമല്ല. പ്രഥമദൃഷ്ട്യാ തന്നെ ഇത്തരത്തിൽ വലിയൊരു തുക കെ ബാബുവിൻ്റെ പേരിൽ സമ്പാദിച്ചതായി അദ്ദേഹത്തിൻ്റെ സ്വത്ത് വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് തക്കതായ വിശദീകരണം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. മന്ത്രിയും മുൻ MLA-യുമായിരുന്ന കാലയളവിൽ കോൺഗ്രസ് നേതാവ് കെ ബാബു വരവിനേക്കാൾ 43% അധികം സ്വത്ത് സമ്പാദിച്ചുവെന്നാരോപിക്കുന്ന കുറ്റപത്രം അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എറണാകുളം യൂണിറ്റാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കെ ബാബുവിൻ്റെ ബിനാമികൾ എന്ന നിലയിൽ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വിജിലൻസ് ചൂണ്ടിക്കാട്ടിയിരുന്ന റോയൽ ബേക്കറി ഉടമ മോഹനൻ, ബാബുറാം എന്നിവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഇവരെക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല. മറിച്ച് കെ ബാബുവിൻ്റെ പേര് മാത്രമേ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. ഇക്കാര്യം ഹൈക്കോടതിയിലും വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. 2001 ജൂലൈ 1 മുതൽ 2016 മെയ് 3 വരെയുള്ള കാലയളവിലെ കെ ബാബുവിൻ്റെ സ്വത്ത് വിവരങ്ങളാണ് വിജിലൻസ് അന്വേഷിച്ചത്. 2007 ജൂലൈ 1-ന് ബാബുവിൻ്റെ പേരിൽ 1.43 ലക്ഷം രൂപയും 63 പവനും 16 സെന്റ് ഭൂമിയും കെട്ടിടവുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2016 മെയ് 3 ആയപ്പോൾ അത് 29.68 ലക്ഷം രൂപയും 25 പവനും 16 സെന്റ് ഭൂമിയുമായി ഉയർന്നു എന്നാണ് വിജിലൻസിൻ്റെ കുറ്റപത്രത്തിൽ ഉള്ളത്. ഇക്കാലയളവിൽ 52.27 ലക്ഷം രൂപയാണ് ബാബുവിൻ്റെ അനധികൃതമായ വരുമാനമെന്നും കുറ്റപത്രത്തിൽ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 49.78 ലക്ഷം രൂപയും ചെലവഴിച്ചു. പരിശോധനാ കാലയളവിൽ 28.82 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് വിജിലൻസിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. കുറ്റപത്രം സമർപ്പിക്കും മുൻപ് മൊഴി വീണ്ടും എടുക്കണമെന്നാവശ്യപ്പെട്ട് ബാബു DGPക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് ബാബുവിൻ്റെയും അടുത്ത ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി തിരുത്തലോടെയാണ് മൂവാറ്റുപുഴ കോടതിയിൽ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വിജിലൻസ് കണക്കാക്കിയ വരുമാനത്തിൽ ജനപ്രതിനിധിയായിരിക്കെ ബാബുവിന് ലഭിച്ച യാത്രാബത്ത ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇവ കൂടി വരുമാനത്തിൽ ഉൾപ്പെടുത്താൻ ബാബു ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനേ ഉള്ളൂ. കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നുള്ള കാര്യത്തിൽ പുറത്തു വരാൻ ഇനി കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകൾ ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കരുതേണ്ടത്. ഏതായാലും കെ ബാബു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ നേരിട്ടേ മതിയാകൂ എന്നാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഇന്നത്തെ ഉത്തരവ്.